ഹിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. എല്ലാ ശാസ്ത്രങ്ങളെയും പറ്റിയും ആധികാരികമായിട്ട് സംസാരിക്കുന്ന ആ ശുക്രനെ, അസുരാചാര്യനെ ഞാൻ നമസ്കരിക്കുന്നു. നവഗ്രഹങ്ങളിൽ ഈ ഒരു പ്രത്യേകത ശുക്രന് മാത്രമേയുള്ളൂ. അതുകൊണ്ടാണ് കവി എന്ന പര്യായപദം ശുക്രന് ലഭിച്ചിരിക്കുന്നത്. രണ്ട് ആചാര്യന്മാരാണ് ജ്യോതിഷത്തിൽ, വ്യാഴവും ശുക്രനും. വ്യാഴം ദേവാചാര്യനാണ്, ശുക്രനോ അസുരാചാര്യനോ. വരാഹമിഹിര ആചാര്യർ ഭാവഫലം ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും ഒരേ രീതിയിൽ പറഞ്ഞപ്പോഴും വ്യത്യാസങ്ങൾ ചില സ്ഥലത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ശുക്രൻ ലഗ്നത്തിൽ നിൽക്കുമ്പോൾ സ്മരനിപുണ സുഖി, സ്മരനിപുണനും സുഖിമാനുമായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ വിദ്വാൻ എന്ന വാക്കിന് തന്നെ വ്യാഴം ആത്മീയമായ സുഖത്തിൻ്റെ കാരകനാണ്, ശുക്രൻ ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണകാരകനാണ്. 4-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോഴും ശുക്രൻ നിൽക്കുമ്പോഴും സുഖി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹോരാചാര്യർ. ആ സുഖം ആത്മീയമായ സുഖമാണ് വ്യാഴം ഉണ്ടാക്കുന്നത്. ശുക്രനാണെങ്കിലോ അത് ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണതയാണ്. അതുകൊണ്ടാണ് ഹോരാചാര്യർ, വരാഹമിഹിര ആചാര്യർ ഹോരാശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് സ്വൽപ്പം വൃത്തവിചിത്രം അർത്ഥബഹുളം ശാസ്ത്രപ്ലവം പ്രാരഭേ ഹോരാതന്ത്ര മഹാർണവ പ്രതരണേ ഭഗ്നോദ്യമാനാമഹം. ഹോരയാകുന്ന മഹാസമുദ്രത്തിൽ സഞ്ചരിക്കുന്ന നിങ്ങൾക്ക് ഭഗ്ന ഉദ്യോദ്യമാനാം, എത്ര യജ്ഞിച്ചിട്ടും അത് പരാജയപ്പെടുന്നു, ഭഗ്നനാണ്. പരാജയപ്പെട്ട സമയത്ത് നിങ്ങൾക്കിതാ തുഴഞ്ഞു നീങ്ങുന്ന നിങ്ങൾക്കിതാ ഒരു കൈവള്ളി, ആ കൈവള്ളിയാണ് ഹോരാശാസ്ത്രം. അത് സ്വല്പമാണ്. ലോകത്തിലെ എല്ലാ കാര്യങ്ങളും 365 ശ്ലോകങ്ങളിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ചു. അർത്ഥബഹുളം, ഒരർത്ഥത്തിനെ പല രീതിയിൽ നിങ്ങൾ എടുത്തുകൊള്ളണം. വൃത്തവിചിത്രം, പല വൃത്തത്തിലുമാണ് ഈ ശ്ലോകങ്ങൾ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നാം സൂചിപ്പിച്ചു ഭൗതിക സുഖത്തിലെ കാരകനാണ് ശുക്രൻ. ശുക്രനെ കൊണ്ടാണ് അബലാഭോഗയാനാനി ശുക്ര, അബല സ്ത്രീ, സുഖഭോഗങ്ങൾ, വാഹനങ്ങൾ, എല്ലാ ഭൗതിക സുഖങ്ങൾ, മെറ്റീരിയൽ ബെനിഫിറ്റ്സ് തരുന്ന ഗ്രഹം ശുക്രനാണ്. ഇന്ന് ഡോക്ടർ മാരാർജി നിങ്ങളുമായി ചർച്ച ചെയ്യുന്ന വിഷയം, ശുക്രനിതാ ഒരു വലിയ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ശുക്രൻ ഉച്ചരാശിയിലേക്ക് കയറിയിരിക്കുന്നു. ശുക്രൻ്റെ ഉച്ചക്ഷേത്രം ഏതാണെന്ന് നിങ്ങൾ അറിയണം. മീനം ആകുന്നു ശുക്രൻ്റെ ഉച്ചക്ഷേത്രം. അതിന് 7-ാം ഭാവം, 7-ാം ഇടം കന്നിയാകുന്നു ശുക്രൻ്റെ നീചക്ഷേത്രം. സ്വക്ഷേത്രമാകട്ടെ എടവ തുലാവും. തുലാത്തിന് മറ്റൊരു പ്രത്യേകത ഉണ്ട്, മൂലക്ഷേത്രം കൂടിയാകുന്നു തുലാം. അതിനാൽ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ശുക്രൻ്റെ ചാരവശാലുള്ള 123 ദിവസത്തേക്കുള്ള പ്രയാണമാണ് സ്വന്തം ഉച്ചരാശിയിൽ. ഈ ശുക്രൻ്റെ ഈ ഉച്ച സ്ഥലത്താണ് ധനം, സുഖഭോഗങ്ങൾ, ഭാര്യാസുഖം, പുതിയ സ്ത്രീകൾ, കാമുകിമാർ, ദ ലക്ഷറിയസ് പാർട്ട് ഓഫ് ലൈഫ്, ഇതൊക്കെ നിങ്ങൾക്ക് ശുക്രൻ തരുന്നു. നാം ഇവിടെ ചിന്തിക്കുന്നു മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള 12 രാശികളിലേക്കുള്ള ശുക്രൻ്റെ ചാരവശാലുള്ള മാറ്റവും ശുഭാശുഭ ഫലങ്ങളും. അതായത് 1200 മകരം 14 മുതൽ ഇടവം 17 വരെയുള്ള 2025 ജനുവരി 27 മുതൽ മെയ് 31 വരെയുള്ള 4 മാസക്കാലമാണ് ശുക്രൻ ഉച്ചരാശിയിൽ നിൽക്കുന്നത്. സാധാരണ ശുക്രൻ പരമാവധി 30 മുതൽ 45 ദിവസം വരെയാണ് ഒരു രാശിയിൽ നിൽക്കുക. സൂര്യൻ 30 ദിവസം, ചന്ദ്രൻ 2.25 ദിവസം, ബുധൻ സൂര്യനോട് കൂടെ തന്നെ ഉണ്ടാകും. എങ്കിലും പലപ്പോഴും ബുധൻ 30 മുതൽ 45 ദിവസം വരെ നമുക്ക് കാണാം. അന്നപൂർണേശ്വരി, ലക്ഷ്മി, യക്ഷിവ, ഭൃഗുനന്ദനഹ. ശുക്രനെ കൊണ്ടാണ് നാം ലക്ഷ്മി ദേവിയെ ചിന്തിക്കുന്നത്. ഇതേ ശുക്രനെ കൊണ്ടാണ് നാം യക്ഷിയെയും ചിന്തിക്കുന്നത്. അത് ശുക്രൻ്റെ ബലാബലത്തിന് അനുസരിച്ചാണ്. ഇവിടെ ശുക്രൻ വളരെ ബലവാനാണ്. അതിനാൽ സ്വാഭാവികമായും അന്നപൂർണേശ്വരിയെയും ലക്ഷ്മിയെയുമായിരിക്കും നാം ചിന്തിക്കേണ്ടത്. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ധനുരാശിക്കാരുടെ ഈ ശുക്രൻ്റെ ചാരവശാലുള്ള ശുഭാശുഭ ഫലങ്ങളാണ്. മൂലം, പുരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു. ഇവിടെ ധനുരാശിക്കാർക്ക് ശുക്രൻ നിൽക്കുന്നത് പ്രായണ നല്ല സ്ഥാനത്താണ്, 4-ാം ഭാവത്തിൽ നിൽക്കുന്നു. 4-ാം ഭാവം ശുക്രനും വ്യാഴവും ദിഗ്ബലമുള്ള ഭാവമാകുന്നു. അതിനാൽ 4 ശുക്രൻ ആഡംബരങ്ങൾ, സുഖഭോഗങ്ങൾ, മെറ്റീരിയൽ ലൈഫ്, ഭൗതിക സുഖത്തിന് ഉതകുന്ന എല്ലാ സുഖാനുഭവങ്ങളും ഒക്കെ തന്നെ പ്രദാനം ചെയ്യാൻ വളരെ പര്യാപ്തമാകുന്നു. ലാഭാധിപനായ ശുക്രനാണ് 4-ൽ നിൽക്കുന്നത്. അതിനാൽ ഭൗതിക സുഖത്തിന് ഉതകുന്നതായ
സുഖഭോഗങ്ങൾ അനുഭവിക്കുവാനുള്ള സമയം ഈ ശുക്രൻ തരും. നല്ല സുഹൃത്തുക്കളുണ്ടാകും, നല്ല അനുഭവങ്ങളുണ്ടാകും. അതിനാൽ അതിനുവേണ്ടി യജ്ഞിക്കുക. മഹിത്വേധികോ യസ്യ തുര്യേ സുരേജ്യേ ജനൈക്കിം നിജേശ്ചാപരൈഹി രുഷ്ടദുഷ്ടൈഹി ഹിയൽ പോഷയ ജന്മത സ്വം ജനന്യ അധീന അർപ്പിത ഉപായേനേരേവ പൂർണ്ണ. തനിക്ക് തൻ്റെ അധീനന്മാർ, തന്നെ ആശ്രയിച്ച് നിൽക്കുന്നവർ, അവർ തനിക്ക് കാശ് കൊണ്ടുതരും. വലിയൊരു ഓഫീസർക്ക് ധാരാളം കൈക്കൂലികൾ ലഭിക്കുന്ന സമയമാണ് ഈ ശുക്രൻ്റെ ചാരവശാലുള്ള മാറ്റം. അവരുടെ സമ്മാനങ്ങളാൽ മൂടപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ ധാരാളം സമ്മാനങ്ങൾ ലഭിക്കും. താൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പലരും പല രീതിയിലായിരിക്കും പ്രതികരിക്കുക. വലിയ വലിയ സമ്മാനങ്ങൾ തരും. അമ്മയുടെ സ്വത്ത് വർദ്ധിപ്പിക്കാൻ സമയമുണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ പൂർവികമായ സ്വത്ത് ലഭിക്കുക. മാതൃഭാഗത്തുള്ള സ്വത്ത് തനിക്ക് വേണമെങ്കിൽ അത് വാങ്ങാം. അവിടെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തുടങ്ങാം. ആഡംബരങ്ങൾ, സുഖഭോഗങ്ങൾ, വാഹനങ്ങൾ, കാറുകൾ, എല്ലാ ഭൗതിക സുഖത്തിനുള്ള സാധന സാമഗ്രികളെല്ലാം തന്നെ 4-ാം ഭാവത്തിൽ ശുക്രൻ വരുമ്പോൾ ഉണ്ടാകും. ആ ശുക്രൻ ലാഭാധിപനാണ്. ഇതിൻ്റെയൊക്കെ ലാഭമുണ്ടാകും. നല്ല സുഹൃത്തുക്കളിലൂടെ തനിക്ക് നല്ല മെച്ചപ്പെട്ട അവസ്ഥ സംജാതമാകും. അതിനാൽ വളരെയധികം ഈ ഒരു ശുക്രൻ്റെ മാറ്റം ധനുരാശിക്കാർക്ക് അനുകൂലമായ ഒരു സമയത്തെ പ്രദാനം ചെയ്യുന്നു. പരിഹാരങ്ങൾ ദേവീക്ഷേത്രത്തിൽ സന്ദർശനം തന്നെ, മറ്റൊന്നുമില്ല. ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിൽ സന്ദർശിക്കുകയാണെങ്കിൽ ഈ അവസരം വളരെ ഉപയോഗിക്കാം. കാരണം വ്യാഴം 6-ൽ നിൽക്കുന്നു, ശുക്രൻ ഉച്ചസ്ഥനാണ്. അതിനാൽ ലക്ഷ്മീനാരായണ സ്വാമി ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുകയാണെങ്കിൽ വളരെയധികം നല്ല ഫലങ്ങൾ ലഭിക്കും. എല്ലാ പ്രിയപ്പെട്ട ധനുരാശിക്കാർക്ക് ശോഭനമായ നല്ലൊരു ഭാവിയെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.